ഹലോ ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇറ്റ്സ് മീ അനന്തു. മക്കളെ, നിങ്ങളുടെ എക്സാമിന്, നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ അത്ര ഉറപ്പിച്ച് ഞാൻ പറയണമെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഓർത്തോണം. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇത് പഠിച്ചാൽ മതി. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിച്ചാൽ 4 മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. ഷുവറായിട്ടും 4 മാർക്ക് കിട്ടും. ഞാൻ വീണ്ടും ഉറപ്പിച്ചവരാണ്. 100% 200% ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ഇത് പഠിച്ചോ, ഇത് ഓരോ സ്റ്റെപ്പ് നോക്കി പഠിച്ചോ, ട്രിക്ക് മനസ്സിലാക്കി പൊക്കോ, 4 മാർക്ക് ഷുവറാണ്. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുക. 4 മാർക്ക് നമ്മൾ കളയരുത്, അത്രയും ഷുവറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഷുവർ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തോണം എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വരുന്ന സ്റ്റെപ്പുകൾ ഓർത്തോ. ഒന്നും അറിയാമേത്ത കുട്ടികളാണെങ്കിലും ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞുതരാം, ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കോണേ. എങ്ങനെ ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കോണേ. എക്സ്പ്രസ് ദി മെട്രിക്സ് ആസ് ദി സം ഓഫ് സിമെട്രിക് സ്ക്യൂ സിമെട്രിക്. ശ്രദ്ധിച്ചോണേ, സം ഓഫ് സിമെട്രിക് സ്ക്യൂ സിമെട്രിക്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സം ഓഫ് സിമെട്രിക് സ്ക്യൂ സിമെട്രിക് ആയിട്ട് എഴുതാനാണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എ എന്ന് പറഞ്ഞ് ഇതിനെ എടുത്തെഴുതുക. ഏത് മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത് അതിനെ അങ്ങ് അതേപോലെ എടുത്തെഴുതുക. 2 -2 -4 -1 3 4 1 -2 -3. ഓക്കെ ആണോ? ഞാൻ ഒന്നുകൂടെ ചെറുതാക്കി എടുത്തെഴുതാം. എ എന്ന് പറഞ്ഞ് 2 -2 -4 -1 3 4 1 -2 -3. എ എടുത്തെഴുതിയല്ലോ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന സാധനം, അടുത്തൊരു സാധനം കണ്ടുപിടിക്കുന്നത് അറിയുമോ? എ ഡാഷ്. അതിന് എ ഡാഷ് എന്നല്ല വായിക്കേണ്ടത്, എ ട്രാൻസ്പോസ് എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. നിങ്ങളിപ്പോൾ എ ഡാഷ് എന്ന് എഴുതിയാൽ മതി. എ ട്രാൻസ്പോസ് എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല, അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. കണ്ടുപിടിക്കണം നോക്കിക്കോണേ. ഈ നേരെ എഴുതിയിരിക്കുന്ന സാധനമില്ലേ, അത് നേരെ താഴത്തേക്ക് എഴുതുക. ഈ നേരെ എഴുതിയിരിക്കുന്നത് റോയിനെ കോളവാക്കി എഴുതുക എന്ന് പറഞ്ഞത് 2 -2 -4 താഴത്തേക്ക് എഴുതിക്കേ. 2 -2 -4. അടുത്തത് -1 3 4 താഴത്തേക്ക് എഴുത്. -1 3 4. അടുത്തത് 1 -2 -3 1 -2 -3. ഇതൊക്കെയാണോ? ഇത് സെറ്റാണോ മക്കളെ? ആദ്യം എഴുതി, പിന്നെ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ സാധനം എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകണം നോക്കിക്കോണേ. ഇത് തമ്മിൽ ആഡ് ചെയ്യുക. നമ്മൾ ചെയ്യാൻ പോണത് എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യാൻ പോകുന്നു. കാൽക്കുലേറ്ററൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചേ. എന്നിട്ട് നമ്മളിത് ആഡ് ചെയ്യാൻ പോവാണേ. നോക്കിക്കോണേ, ആഡ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഇതും തമ്മിൽ അങ്ങ് ആഡ് ചെയ്യാം. കാൽക്കുലേറ്റർ എടുക്കാൻ പറഞ്ഞ് വേറെ ഒന്നുമല്ല, തെറ്റാതിരിക്കാൻ വേണ്ടിയാണ്. ആഡ് ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളവർ ചെയ്തോ, അല്ലാത്തൊരു കാൽക്കുലേറ്റർ എടുക്കുക. എൻ്റെ ഞാൻ പറയണ പോലെ ചെയ്തേ. 2 + 2 അങ്ങനെ ഓരോന്ന് അടിച്ചു കൊടുത്തേ. -2 + -1 -4 + 1 അങ്ങനെ ഓരോന്ന് പ്ലസ് ചെയ്തേ. അപ്പോൾ എന്ത് കിട്ടും? 2 + 2 4. അടുത്തത് -2 -3. അടുത്തത് -4 + 1 -3. അടുത്തത് -1 + -3. പ്ലസ് ചെയ്താൽ മതി കേട്ടോ. കാൽക്കുലേറ്റർ ഡയറക്റ്റ് അടിച്ചു കൊടുത്താൽ മതിയേ. 3 3 6 4 2 1 -4 -3 -2 4 2 -3 3 -6 -3 ഓക്കെ. പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സാധനം കിട്ടിക്കാണും. ചുമ്മാ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്താൽ മതി കേട്ടോ. തെറ്റിച്ച് കളയില്ല, അതുകൊണ്ടാണ് കാൽക്കുലേറ്റർ ചെയ്യാൻ പറഞ്ഞത്. ഇനി ചെയ്യേണ്ടതെന്ന് അറിയുമോ? ഇത് തമ്മിൽ മൈനസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്ലസ് അല്ലേ ചെയ്തേ, ഇനി ഒന്ന് മൈനസ് ചെയ്തേ മക്കളെ. തെറ്റിക്കല്ല്, ഞാൻ വീണ്ടും പറയുന്നത് തെറ്റിക്കല്ല്. മാർക്ക് പോകരുത്, 4 മാർക്ക് ഉറപ്പാണ്. 2 - 2 2 2 കുറച്ചാൽ 0. -2 -1 അപ്പോൾ -2 + 1 വരെ കാൽക്കുലേറ്റർ എടുക്കുക. -2 അടിക്കുക, -1 അപ്പോൾ -2 + 1 എന്ന് വരും. -1. അടുത്ത -4 -1 -5 -1 + 2 1 വരും. 3 - 3 0.
4 മൈനസ് മൈനസ് 2 6, 1 പ്ലസ് 5 5, പിന്നെ 5, അടുത്ത് -2 -4 -6, അടുത്ത് 0 -3 പ്ലസ് 3. ഇത്രയും കിട്ടിയോ? അപ്പോൾ തമ്മിൽ പ്ലസ് ചെയ്യുക, ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് എയും എ ട്രാൻസ്പോസും എഴുതുക, പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. ദേ സ്റ്റെപ്പ് തീരാൻ പോവാണേ, 4 മാർക്ക് കിട്ടാൻ പോവാണേ. പി എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണം. പി എന്ന് പറഞ്ഞാൽ ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ്. എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ പകുതിയില്ലേ, ഇതിൻ്റെ പകുതിയാണ് പി എന്ന് പറയുന്നത്. ആ സാധനം ഓർത്ത് വെച്ചോ, ഈ സ്റ്റെപ്പൊക്കെ ഓർത്ത് വെച്ചോ കേട്ടോ. പി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താണ്? ഇതിപ്പോൾ കണ്ടുപിടിച്ച സാധനം അതങ്ങ് അതേപോലെ എഴുതിക്ക്. 4 - 3 അത് ഞാൻ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ പകുതി എടുത്താൽ മതി മക്കളെ. എല്ലാത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നേരെ പകുതി എടുത്തേ. 4ൻ്റെ പകുതി 2, -3ൻ്റെ പകുതി. -3ൻ്റെ പകുതി ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇടുക. -3/2. എല്ലാത്തിനെയും /2 എന്നിട്ടേ, എല്ലാത്തിനെയും /2 എന്നിട്ടാൽ മതി. -3/2 6/2 എത്രയാണ്? 6ൻ്റെ പകുതി 3. പകുതി ഉണ്ടെങ്കിൽ പകുതി എടുക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി. 2ൻ്റെ പകുതി 1, -3ൻ്റെ പകുതി -3/2, 2ൻ്റെ പകുതി 1, -6ൻ്റെ പകുതി -3. ഓക്കെ, പി കഴിഞ്ഞു. പി കഴിഞ്ഞു മക്കളെ. ഇനി ക്യൂ ഇതേപോലെ തന്നെ പിയും കണ്ടുപിടിക്കണം, ക്യൂവും കണ്ടുപിടിക്കണം. ക്യൂ എന്ന് പറഞ്ഞാൽ ഹാഫ് ഏതിൻ്റെ? എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ ഹാഫ്. എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഇത് എ മൈനസ് എ ട്രാൻസ്പോസ് ഇതാണ്. ഇത് ഞാൻ നേരെ കോപ്പി ചെയ്യാം, നേരെ അതേപോലെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. നേരത്തെ ചെയ്തപോലെ എല്ലാത്തിൻ്റെ പകുതി എടുത്തേ. 0ൻ്റെ പകുതി 0, -1ൻ്റെ പകുതി -1/2, -5/2, 1/2, 0/2, 0. 6ൻ്റെ പകുതി ഉള്ളതിന് പകുതി ഇട്ടോണം. 3, 5ൻ്റെ പകുതി 5/2, -6ൻ്റെ പകുതി -3, 0ൻ്റെ പകുതി 0. ഓക്കെ ആണോ? സെറ്റാണോ? കഴിഞ്ഞു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് പിയും ക്യൂവും തമ്മിൽ അങ്ങ് കൂട്ടുക. പിയും ക്യൂവും. പി നേരെ എടുത്ത് എഴുത്. പി നേരെ കണ്ടുപിടിച്ചെടുത്ത് എഴുതിക്ക്. പി ഞാൻ നേരെ ഇവിടെ നിന്ന് അങ്ങ് കോപ്പി ചെയ്യാം. നിങ്ങളങ്ങ് എടുത്തെഴുതേ. പി എന്താണോ എഴുതിയിരിക്കണം അതങ്ങ് നേരെ അങ്ങ് എടുത്ത് എഴുതിയിട്ട് ഇതേ വീണ്ടും ഇവിടെ എടുത്തെഴുതുക. പി എന്നിട്ട് പ്ലസ് ഇടുക. പി പ്ലസ്. ഇനി ക്യൂ നേരെ അതേപോലെ എടുത്തെഴുതിക്ക്. ക്യൂ അതേപോലെ എടുത്തെഴുതിക്ക്. പി പ്ലസ് ക്യൂ കണ്ടുപിടിക്കാൻ പോവാണേ മക്കളെ. ലാസ്റ്റ് സ്റ്റെപ്പാണ്. ആരോടും പറയണ്ട, ആരും അറിയാൻ പോണില്ല. ചെറിയൊരു ട്രിക്കാണ്, ചെറിയൊരു ട്രിക്ക്. ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ നിങ്ങൾ നിൽക്കേണ്ട. ട്രിക്കാണ്, ആഡ് ചെയ്യാൻ നിൽക്കേണ്ട. നമുക്ക് സമയങ്ങളുടെ കാര്യമില്ല. നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ തന്നിരിക്കണത്, ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ അതേപോലെ ആരോടും പറയണ്ട, അങ്ങ് എടുത്തെഴുതിയാൽ മതി. ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആരോടും പറയണ്ട കേട്ടോ. എന്നിട്ട് = A. മക്കളെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് എവിടെയും പോകത്തില്ല. നിങ്ങളുടെ ടീച്ചേഴ്സ്, പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. തന്ത്രമാണ്, ട്രിക്കാണ്. ഇഷ്ടപ്പെട്ടല്ലോ? ഓക്കെ ആണല്ലോ? വളരെ എളുപ്പം. ഒന്നുകൂടെ പറയാം, പെട്ടെന്ന് ഓടിച്ചുവിടാം. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ട്രാൻസ്പോസ് എഴുതുക. റോയിനെ നേരെ താഴത്തേക്ക് എഴുതുക. 1 മാർക്ക് അവിടെ കിട്ടി. പിന്നെ A+A തമ്മിൽ കൂട്ടുക. രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. അടുത്ത മാർക്ക് കിട്ടി. അടുത്തത് പി കണ്ടുപിടിക്കുക. പി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി. ഏത്? A+. ഇതിൻ്റെ പകുതി എടുക്കുക പി, ഇതിൻ്റെ പകുതി എടുത്താൽ ക്യൂ. കഴിഞ്ഞ പരിപാടി. പിയും ക്യൂവും കിട്ടി. എന്നിട്ട് പിയും ക്യൂവും തമ്മിൽ ആഡ് ചെയ്യുക. അത് തന്നെ വീണ്ടും എഴുതി നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതുക. പരിപാടി കഴിഞ്ഞു. 4 മാർക്ക്. സിമ്പിളായിട്ടുള്ള 4 മാർക്ക്. മക്കളെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് പോലും പോകത്തില്ല. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വിട്ടുകളയിൽ കഷ്ടപ്പെട്ട് പഠിച്ചോണം. ഇതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എഴുതിക്കേ. എത്ര പേർക്ക് കിട്ടിയെന്ന് നോക്കട്ടെ. കിട്ടിയവരെല്ലാവരും കമൻറ്റ് ബോക്സിൽ ലവ് ചിഹ്നം ഇട്ടേ. എത്ര പേർക്ക് കിട്ടിയെന്ന് നോക്കട്ടെ. നിങ്ങളുടെ ആ കമൻറ്റ്സ് കാണുമ്പോഴാണ് വീണ്ടും അടുത്തടുത്ത് വീഡിയോ ചെയ്യാനായിട്ട് എനിക്കൊരു എനർജി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ ഇനിയും വരും. മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണണം. കാരണം നിങ്ങൾക്കായിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. ഈ 1 മാസം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റും. ഇനി നല്ല മാർക്ക് കിട്ടണം, ഒരു 40-50 മാർക്കിൻ്റെ അടുത്ത് കിട്ടണമെന്നുള്ളവർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അത് മാത്രമല്ല ജയിക്കേണ്ട കുട്ടികളും
താഴത്തെ നമ്പറിൽ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇതേപോലെ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പഠിപ്പിക്കുന്നത്. 8 ചാപ്റ്റേഴ്സ് ഞാൻ ഫുള്ളായിട്ട് പഠിപ്പിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരും. പിന്നെ ബോണസായിട്ട് എക്സ്ട്രാ ഏതെങ്കിലും ചാപ്റ്റേഴ്സും കൂടെ പഠിപ്പിച്ച് തരും. നിങ്ങൾക്ക് A+ വരെ വാങ്ങാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ ബാച്ചിൽ പോകുന്നത്. മക്കളെ ഫുൾ ട്രിക്കോട് കൂടിയായിരിക്കും പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ വേണ്ട കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് അയച്ച് ബാച്ചിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ തോറ്റുപോയ കൂട്ടുകാർക്കും വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ, അവർക്കും പ്രയോജനപ്പെടട്ടെ. അപ്പോൾ ഓക്കെ മക്കളെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.